the hand of the Lord was with him. ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. Praise the Lord. I think last year I took one semester class in West Africa under a Church of God Bishop Louis. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ഒരു സെമസ്റ്റർ ക്ലാസ് ഞാൻ എടുത്തു. അതിൻ്റെ എഫക്റ്റ് വളരെ വളരെ ഹൈ എഫക്റ്റ് ആയിരുന്നു എന്ന് ബിഷപ്പ് എനിക്ക് ഇമെയിൽ ചെയ്തു. ബിഷപ്പിനാണ് ഏറ്റവും വലിയ എഫക്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അണ്ടർ 300 ചർച്ചസ് ഉണ്ട്. ആമേൻ. പക്ഷേ താൻ ഒരു ഡിസൈപ്പിളാണെന്നുള്ള ബോധം തനിക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ഡിസൈപ്പിൾഷിപ്പ് വളരെ വളരെ എഫക്റ്റീവാണ്. സോ ഐ സ്ട്രോങ്ലി എൻകറേജ് യു ടു അറ്റൻഡ് ഇറ്റ്. പ്രൈസ് ദ ലോർഡ്. കുറച്ച് കാലങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ശവപ്പെട്ടിക്കകത്ത് പോകുന്നതിന് മുമ്പ് ഒരാളെയും കൂടി കർത്താവിന് വേണ്ടി കൊണ്ടുവരുവാൻ നമ്മുടെ ലൈഫ് ഉപയോഗിക്കണം. ഈ ലോകത്തിൽ വേറെ ഒന്നും ലാസ്റ്റിംഗ് അല്ല. എല്ലാം വിടും. മരിച്ചു കിടക്കുമ്പോഴാ ചില വീട്ടിലൊക്കെ പ്രയാസങ്ങൾ ഞാൻ കാണുന്ന, നല്ല മുണ്ട് പോലും വലിച്ചു മാറ്റുക, അതുപോലും ഭാര്യയും ഭർത്താവും തരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിത്യതയ്ക്ക് വേണ്ടി ഒരാളെ കൂടെ സുവിശേഷത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആമേൻ. അത് നാളെ ഇനി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാൻ സമയമില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥനയുടെ റിവൈവലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ 2 അമ്മച്ചിമാരെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത് വായിച്ചു. 80 to 84 years ഉള്ള 2 സ്ത്രീകൾ ആഴ്ചയിൽ couple hours they dedicated their time for a revival in an island, Scotland. ആ സ്കോട്ട്ലൻഡിൽ അവർ മൺഡേ ആൻഡ് വെനസ്ഡേ they started to pray for a revival. ഒരമ്മച്ചിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, മറ്റമ്മച്ചി ആർത്രൈറ്റിസ് കൊണ്ട് എഴുന്നേക്കാൻ വയ്യ. പിന്നെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാലോ ദൈവം നമ്മളെ ന്യായം വിധിക്കും. സഹോദരൻ, ഈ 2 പേര് couple hours പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചർച്ച അങ്ങ് ഡ്രൈ ചർച്ചായിരുന്നു. പ്രായമുള്ള 3-4 പേര് മാത്രം ശേഷിച്ചു, ബാക്കി എല്ലാവരും വിട്ടു. പക്ഷെ ഇവർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരു റിവൈവൽ നടക്കുമെന്ന്. ആരും അതിന് സപ്പോർട്ട് ചെയ്തില്ല. അവർ പ്രാർത്ഥിച്ചു. couple of weeks I think they started to pray. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നൈറ്റ് ക്ലബിൽ ഡാൻസ് ചെയ്യാൻ വന്ന hundreds of young peopleൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസൻസ് വീണു. ഡാൻസ് ചെയ്യാൻ കഴിയാതെ അവര് ഈ ചർച്ചിൽ ആരാധിക്കാൻ വന്നു. സ്തോത്രം. പ്രിസണിൻ്റെ അകത്ത് കിടന്ന പല പ്രിസണേഴ്സ്, തടവുകാർ അതിഭയങ്കരമായി കരയാൻ തുടങ്ങി. ദൈവം റിവൈവലയക്കുകയാണ്. ചർച്ച് നിറയെ ആളുകളായി. ആളുകൾക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ആ പോകുന്ന ഓൺ ദ വേ ബാക്ക് ടു ഹോം അവരങ്ങ് they kneel down in the street literally and started to cry and pray. സ്ട്രീറ്റിൽ കിടന്ന്, കാരണം ഈ പ്രസൻസ് ഹെവിയാണ്. ആ ദൈവത്തിൻ്റെ ആ ഹെവി പ്രസൻസ് നമ്മുടെ മേൽ വന്നാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല. അത് വന്നാൽ ചർച്ചിൻ്റെ മുഖച്ഛായ മാറും. സ്തോത്രം. അപ്പം അവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടാൻ തുടങ്ങി. വൺ ഓഫ് ദി എൽഡേഴ്സ് എഴുന്നേറ്റ് നിന്ന് 24th Psalm വായിച്ചിട്ട് അദ്ദേഹം ഇരിക്കാൻ തുടങ്ങുമ്പോൾ താൻ ആ ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഈ കൈകൾ വെടിപ്പാണോ, വിശുദ്ധമാണോ, എൻ്റെ ഹാർട്ട് നിർമ്മലമാണോ? അദ്ദേഹം പറഞ്ഞിട്ടിരുന്നു. എല്ലാവരും everyone started to get up and repeated the same thing. എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ഈ കൈകൾ വെടിപ്പാണോ, എൻ്റെ ഹാർട്ട് വിശുദ്ധമാണോ? അത് റിവൈവലിൻ്റെ ആരംഭമായിരുന്നു. സ്തോത്രം.
നോക്കുക, എവിടെ റിവൈവൽ ഉണ്ടെങ്കിലും കൺഫെഷൻ ഓഫ് സിൻ നടക്കും. ആമേൻ. ടിയേഴ്സ് ഉണ്ടാവും. ദൈവത്തിൻ്റെ പ്രസൻസ് ഹെവി ആയിട്ട് വരും. ആമേൻ. ഇന്ന് രാവിലെ ഈ കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. ഇതിൻ്റെ മുഖച്ഛായ 2025 ദൈവം മാറ്റും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സാക്ഷികളായി തീരാതെ നിത്യതയിൽ പോകാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. വില്യം ബൂത്ത് തൻ്റെ സിഖായിരുന്ന സമയത്ത് താന് പെട്ടെന്ന് ഒരു ഡ്രീം കണ്ടു. ഹി ഹാഡ് എ ഡ്രീം ദാറ്റ് ഹി ഈസ് ഡൈയിങ് ആൻഡ് ഗോയിങ് ടു ഹെവൻ. ഹെവൻ്റെ ഡോറിൻ്റെ സൈഡിൽ ചെന്നപ്പോൾ ഒരു വലിയ ദൂതൻ വന്നിട്ട് പറഞ്ഞു, വെർ ആർ യു ഗോയിങ്? പറഞ്ഞു, സ്വർഗത്തിൽ പോവാ. നോ 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 നോ. അദ്ദേഹം നോക്കി പുറകിൽ നിൽക്കുന്ന സെയിൻസിനെ കാണിച്ചു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസ്. പൗലോസ്, പത്രോസ്, പഴയ നിയമത്തിലെ അബ്രഹാം മൊത്തമുള്ള ആളുകൾ. എന്നിട്ട് ദൂതൻ ചോദിച്ചു, നീ ഇവരെ കണ്ടോ? ഇവരെല്ലാം ലൈഫ് കൊടുത്തവരാണ്, മൈറ്റി മെൻ. അവരുടെ നടുവിൽ നീ നിൽക്കണമെങ്കിൽ have you ever shared the gospel of Christ with anyone else? നിന്റെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നീ ആരോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? 20 വർഷമായി നിനക്ക് മിൽക്ക് തരാൻ വരുന്ന ആ ലേഡിയോട് നീ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മകൻ ബൈക്ക് റൈഡിങ് ആയിട്ട് നിന്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നല്ലോ, അവനെ മടക്കി കൊണ്ടുവരുവാൻ ഒരു ദിവസമെങ്കിലും നീ സമയം ഉപയോഗിച്ചിട്ടുണ്ടോ? നിന്റെ നെയ്ബേഴ്സ് വർഷങ്ങളായി നിന്റെ അടുത്ത് താമസിക്കുന്നു. ഹാവ് യു ടേക്കൻ ടൈം എനി ഡേ, എനി മിനിറ്റ് ടു ഷെയർ ദ ഗോസ്പൽ? നിന്റെ ലൈഫിൻ്റെ അവസരം തീർന്നു. ദർ ഇസ് നോ മോർ ടൈം ലെഫ്റ്റ്. ഇനി നിനക്ക് അവസരമില്ല എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി. അത് ഡ്രീമായിരുന്നു. ആ കിടക്കയിൽ വെച്ച് താൻ ദൈവസന്നെ സമർപ്പിച്ചെന്നാണ്. എനിക്കൊരു ലൈഫ് ദൈവം തന്നാൽ ഞാൻ സുവിശേഷീകരണത്തിന് വേണ്ടി എൻ്റെ ലൈഫ് ഉപയോഗിക്കും. മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ട് അദ്ദേഹം എഴുതി. ഓ ബൗണ്ട്ലെസ് സാൽവേഷൻ, ഡീപ്പ് ഓഷ്യൻ ഓഫ് ലവ്. നല്ലോണക്കാരോ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ. മടങ്ങുകിലും നിവിടുന്നിനി ഞാൻ, മടങ്ങുകിലും എവിടുന്നിനി ഞാൻ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണം. കർത്താവേ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൃപാക്കടലെ ഒരു പ്രാവശ്യം കൂടെ എന്നെ നീ ഓർക്കണം. ലോർഡ് റിമെമ്പർ മീ വൺ മോർ ടൈം. ഒന്നുകൂടെ നീ ആ കൃപ എൻ്റെ മേലൊന്ന് ഒഴിക്കണം. ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയാൻ എൻ്റെ ലൈഫ് നീ ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിനെ സമർപ്പിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ലൈഫ് നിനക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ലാസ്റ്റ് ബ്രത്ത് വരെ യേശുവിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ നാവിനെ തുറക്കണമേ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഓർക്കണമേ. ഒന്നുകൂടെ ആ കൃപ ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആ കൃപ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26 26 അധ്യായം വേഴ്സ് 12 12 വാക്യം.
ഞാൻ ദൈവവചനം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പം ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ ശക്തമായി ദൈവം കൊണ്ടുവന്നു. നിശ്ചയമായും ഇന്ന് രാവിലെ ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100. എല്ലാവരും ബൈബിൾ ഉള്ളവർ ആ വചനം ഒന്ന് എടുത്തായിട്ട്, ഇഫ് യു ഹാവ് ബൈബിൾ, ആമേൻ, ഇഫ് യു ഹാവ് മൊബൈൽ ബൈബിൾ, ഇപ്പം എല്ലാം മൊബൈലാണെന്നുള്ളത് കൊണ്ട് ജനസിസ് 26:12 സ്തോത്രം. ആമേൻ, നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്ത വാക്യം കൂടെ, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം. ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വചനം ഒരു കാര്യം വ്യക്തമായി നമ്മോട് പറയുന്നു. ആരെല്ലാം നമുക്കെതിരായി എഴുന്നേറ്റാലും ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ വർദ്ധിക്കും. സ്തോത്രം. How many of you believe that? Can you say an amen? Praise the Lord. Hallelujah. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പിശുക്കില്ലാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. I have visited many countries. ആമേൻ. എല്ലാവരെയും കുറിച്ചും പറയുന്നത് ശരിയല്ലെങ്കിലും ഈ സ്തുതിക്കാനൊക്കെ ഇച്ചിരി പിശുക്ക് കാണിക്കുന്ന ഗ്രൂപ്പ് മലയാളികൾ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആ ഈഗോയും ജാടയൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ യോഗത്തിന് വരുമ്പം നല്ലോണൊക്കെ സ്തുതിക്കാമെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയും, ഡയബറ്റീസ് പോകും, ഹാർട്ടിന് ഓക്കെ ആയിട്ട് വരും, പല ബ്ലോക്കും മാറും. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ കൂടിയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി വരുമ്പോൾ സ്തോത്രം പറയാനും കൈയടിക്കാനും സ്തുതിക്കാനും ഒന്നും മസിൽ പിടിച്ചൊഴിക്കരുത്. 7 ദിവസം മസിൽ പിടിച്ചിട്ടല്ലേ ഇവിടെ വരുന്നത്. ഇവിടെയും വന്നിട്ട് മസിൽ പിടിക്കാൻ. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാൽ കൈ തൊടാതെ ഹീലിംഗ് നടക്കും. സ്തോത്രം. How many of you believe that? അനേക ചർച്ചയിൽ ഞാൻ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്, രാജ്യങ്ങൾ. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഹീലിംഗ് നടക്കുന്നത് ആമൻ ആരും കൈവച്ചിട്ടൊന്നുമല്ല, വചനത്തിന്റെ പവർ കൊണ്ട് ഹീലിംഗ് നടക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വിശ്വസിക്കണം, ആ ഇരിക്കുന്ന ചെയറിൽ അടുത്തൊരാൾ അറിയത്തില്ല നിങ്ങൾക്ക് ദൈവം ഹീലിംഗ് തരുന്നത്. ദൈവത്തിന് ബ്ലീഡിങ് ഇഷ്യൂ ഉള്ള ലേഡി അറിഞ്ഞില്ല. ആമേ സ്തോത്രം. മറ്റാരും അറിഞ്ഞില്ല. പക്ഷേ അവൾ അറിഞ്ഞു അവിടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടായെന്ന്. യേശു അറിഞ്ഞു ശക്തി വ്യാപരിച്ചെന്ന്. ശിഷ്യന്മാർ ക്ലോസ് ആയിട്ടിരുന്നിട്ടും അവരറിഞ്ഞില്ല. സ്തോത്രം. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹു ടച്ച്ഡ് മീ? ആരെന്നെ തൊട്ടെന്ന് പറഞ്ഞ അന്നാണ് പത്രോസിന് മനസ്സിലായ ഈ പുള്ളിക്ക് സുബോധമില്ലാത്ത ഒരു മനുഷ്യനാണ്. കാരണം ആളുകളെല്ലാം തിക്കി തിരക്കുന്നിടയിൽ തൊട്ടെന്ന്. ശരിയായ ഒരാളാണെന്നോ നമ്മൾ ഈ പോകുന്ന ആള്? സംശയം തോന്നി. യേശു പറഞ്ഞു, നിങ്ങളല്ലോ എന്നെ തിക്കി തിരക്കി. സത്യമാ. പക്ഷെ വിശ്വാസത്തോട് ഈ യോഗത്തിൽ തൊട്ട ഒരു സ്ത്രീയേ ഉള്ളൂ. ദൈവത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഒരു യോഗത്തിന് വന്നാലും വിശ്വാസത്താൽ കൈ നീട്ടുന്നവര് ഇന്ന് രാത്രി ശക്തി പുറപ്പെടും. ആരും അറിയത്തില്ല. ആ ഇരിക്കുന്ന കസേരയിലോ ദൈവത്തിന്റെ പവർ. അത് ക്യാൻസർ ആയാലും അത് മാരക രോഗമാണെങ്കിലും ഈ രാവിലെ ശക്തി വ്യാപരിച്ചാൽ ഗ്ലോറി 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 ഗ്ലോറി. ഗ്ലോറി 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 ഗ്ലോറി. മെഡിക്കൽ കോളേജ് തള്ളിയ കേസാണെങ്കിലും യേശുവിന്റെ ശക്തി ഇന്ന് രാവിലെ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഗ്ലോറി 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 ഗ്ലോറി. ആരോടും പറയാത്തതിന്റെ രോഗം, അവരെ ബ്ലീഡിങ്, ആ മാരകമായ വിഷയങ്ങളോ ഭാരപ്പെടുന്ന വിഷയങ്ങളോ കൈ തൊടാതെ ഈ രാവിലെ ഈ ഹോളിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഗ്ലോറി വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്.
Glory to God, glory to God, glory to God. Hallelujah. The hand of the Lord was with him. Abimelech was the king. Amen. Stotram. He tried to sow the seed there with all the amen facilities. Stotram. പക്ഷെ ഇന്ന് വരെ അവൻ 100 മേനി കൊയ്തിട്ടില്ല. എല്ലാ പൈസയും ഉപയോഗിച്ച് ആധുനിക മെതേഡ് ഉപയോഗിച്ച് പുള്ളി വിതച്ചതാ. പക്ഷേ 50 താഴെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ദൈവമുള്ളവൻ വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ 100-ൽ 100, ആ 100-ൽ 100 ഈ രാവിലെ പിശാച് നിനക്കെതിരാണെങ്കിലും നീ വിതയ്ക്കുന്നിടത്ത് വർധനവ് തരുവാൻ കഴിയുന്ന നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ജോലിയുടെ വിഷയത്തിന്റെ അകത്ത് 100 മേനി പകരാൻ കഴിയുന്ന ഒരു ദൈവകരം ഈ രാവിലെ. ഗ്ലോറി ഗ്ലോറി. എത്ര പേര് വിശ്വാസത്താൽ ആ വചനം ഏറ്റെടുക്കും? വിശ്വാസത്താൽ കരങ്ങളെ അടിച്ചു ആ വചനം റിസീവ് ചെയ്യുക. റിസീവ് ദ വേർഡ് ബൈ ഫെയ്ത്ത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. Glory, 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 glory. ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര ആളുകൾ ശത്രുക്കളായിട്ട് നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും നമ്മളെ ദൈവം ബ്ലെസ് ചെയ്യും. ദൈവത്തിന് ഒരാളെ ബ്ലെസ് ചെയ്യാൻ ഒത്തിരി ഇയേഴ്സ് വേണ്ട. നമുക്ക് ലോസ്റ്റ് ആയിട്ടുള്ള എത്ര വർഷങ്ങളുണ്ടെങ്കിലും 1 മിനിറ്റ് കൊണ്ട് മടക്കി തരാൻ ദൈവത്തിന് കഴിയും. ഞാൻ നിങ്ങളോട് സ്റ്റോറി പറയാം. യോസെഫിനെ ദൈവം അനുഗ്രഹിക്കുമ്പോഴും അവിടെ ഒരു വേർഡുണ്ടായിരുന്നു. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം wherever he goes. അവൻ എവിടെ പോയാലും ദൈവത്തിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ ഇൻ പൊത്തിഫേഴ്സ് ഹൗസ്, ഈവൻ ഇൻ ദ prison, even in the world. Amen. The hand of the Lord was with him. അവന് ലോസ്റ്റ് ആയിട്ടുള്ള ഇയേഴ്സ്, ടോട്ടൽ ഇയേഴ്സ് 13 ഇയേഴ്സാ. 13 ഇയേഴ്സ് അവന് നഷ്ടപ്പെട്ടു. പക്ഷെ ശ്രദ്ധിക്കുക, ദൈവം അവനെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1.5 മിനിറ്റ് എടുത്തില്ല അവൻ്റെ കസേര ദൈവം ചേഞ്ച് ചെയ്യാൻ. 1.5 മിനിറ്റ് ആകെ. ആ സ്വപ്നം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയാൻ 1.5 മിനിറ്റ് എടുത്തില്ല. പക്ഷേ വിതിൻ 1.5 മിനിറ്റ് ചെയർ മാറി. ആമേൻ. പറവൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ചെയർ ഇടാൻ പറഞ്ഞു. ആമേൻ. ഒരു സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞേ ഉള്ളെന്ന്. ആമേൻ. ചെയർ, ഇത് വലിയൊരു പൊസിഷൻ പുള്ളിക്ക് ഇനി ആ രാജ്യത്ത് ആർക്കും കൊടുക്കാനില്ല. LD ക്ലർക്കായിട്ട് കയറിയാൽ UD ക്ലർക്കാവുന്നതിന് മുമ്പേ തല നിരച്ച് റിട്ടയർമെന്റ് എടുക്കും. അങ്ങനെ വല്ലതും യോസേപ്പ് കയറിയിരുന്ന ഇവിടെ വരത്തില്ല. ദൈവം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരൊറ്റ പ്രൊമോഷൻ മുകളിൽ നിന്ന്. സ്തോത്രം. ആമേൻ. നമുക്കറിയാലും ജോലി വാങ്ങിച്ചു തന്നാലും അവരുടെ പുറത്ത് നമ്മളെ കയറ്റി വിടത്തില്ല. എത്ര വലിയ ആത്മീയരാന്നേലും അന്യഭാഷ പറഞ്ഞാലും കേട്ടു നമ്മുടെ ഇല്ല. അവരുടെ കൈ എത്തുന്നിടം വരെ അവർ പൊക്കത്തുള്ളൂ. പക്ഷെ അതിലും മുകളിൽ പൊക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. ദൈവത്തിന് രസം. ആമേൻ. 1.5 മിനിറ്റ് കൊണ്ട് ഫറവോന്റെ രാജ്യത്തെ രണ്ടാമനായി യോസേപ്പ് മാറി. 13 വർഷം പിശാച് അപഹരിച്ചെങ്കിലും 1.5 മിനിറ്റ് കൊണ്ട് ദൈവത്തിന് നികത്താൻ കഴിഞ്ഞു. ആ ദൈവം ഇന്ന് രാവിലെ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം ഇസാക്കിനോട് പറഞ്ഞു. ഇസാക്ക് ക്ഷാമം വന്നപ്പോൾ ആമേൻ ഹി ട്രൈ ടു മൂവ് ഔട്ട് ഓഫ് ദ കൺട്രി. ഈജിപ്തിലോട്ട് പോകാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ക്ഷാമം ഉണ്ടെങ്കിൽ ഈജിപ്തിൽ പോകണ്ട, ഗരാറിൽ നീ താമസിക്ക്, നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും. സ്തോത്രം. എത്ര ക്ഷാമം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാന് നമ്മളെ ബ്ലെസ് ചെയ്യാൻ കഴിയും. ദൈവത്തിന് പ്രൈസ് ദ ലോർഡ്. അവൻ ആ വാക്ക് കേട്ടു. ഹി ഒബേയ്ഡ് ദ വേർഡ്. ഇസാക്ക് ആ വേർഡ് ഏറ്റെടുത്തു. സ്തോത്രം. ക്ഷാമകാലത്ത് പ്രവാചകന്മാരോട് പറഞ്ഞു, വലിയ കലം തന്നെ നിങ്ങൾ അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു. സ്തോത്രം. വലിയ കലം.
ചുറ്റും മുഴുവൻ ക്ഷാമമാണ്. പക്ഷേ അവരെ പോറ്റാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പം ഇസ്ഹാക്കിനോടും അങ്ങനെ പറഞ്ഞു, സ്തോത്രം, നീ അവിടെ താമസിക്കണം. ഞാൻ സമയത്തുരുക്കത്താൽ പല കാര്യങ്ങൾ കട്ട് ചെയ്യുക. സ്തോത്രം. ആ ദേശത്തൊരു ഫോറിനറായിട്ട് ആമൻ അവിടെ വന്നയാളാണ് ഐസക്ക്. സ്തോത്രം. പക്ഷേ അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ സമ്പന്നരായി മാറും. ദൈവത്തിന് the presence of the Lord, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അവിടെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. പലയിടത്തും നമ്മൾ പ്രവാചകന്മാർ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൈ ശക്തിയോട് അവരുടെ മേൽ വന്നു. സ്തോത്രം. മോശയോട് ഇസ്രായേൽ മക്കള് ഒരിക്കൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, ആമേൻ, നീ ഞങ്ങളെ വിടുവിക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നാശം നീ ഉണ്ടാക്കി. ഫറവോന്റെ കയ്യിൽ വാള് കൊടുത്തിട്ട് വിടുവിക്കാൻ വന്നേക്കുക. സ്തോത്രം. മോശ ഭയങ്കരമായി ഭാരപ്പെട്ടു. ദൈവസന്നിധിയിൽ അദ്ദേഹം കവണ്ണ്. മോശയ്ക്ക് വിഷയങ്ങളെല്ലാം വരുമ്പോൾ ഒറ്റ വെപ്പണേ ഉള്ളൂ, കവന്നങ്ങ് വീഴുക. അതുകൊണ്ടാണ് 40 വർഷം ജയിച്ചു നിന്നത്. കവന്ന് വീണാൽ ദൈവം എഴുന്നേൽപ്പിക്കും. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ലീഡറാണ് മോശ. ആമേൻ. ഏറ്റവും വലിയ പാസ്റ്ററുമായിരുന്നു വേണേൽ പറയാം. കാരണം ഇത്രേ ആയിരങ്ങളെ 40 കൊല്ലം മത്സരികളെന്ന് അവൻ പറയുന്നവരുടനെ കല്ലെടുക്കുന്ന ആളുകളെ സഭായോഗത്തിൽ കൊണ്ടുപോകാൻ നോക്കൂ. സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് ഇത്രയും പേരും കൊണ്ടുപോകാൻ നോക്കൂ. അപ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ പുള്ളിയുടെ കാലേ വീഴണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 10 പേരുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പ്രയാസം. ഇരിക്കാൻ പറയുമ്പോൾ എഴുന്നേക്കാൻ പറയിരിക്കും. ഇത്രയും പേര്. ആമേൻ. സ്തോത്രം. ജനം അടങ്ങിയിരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. 5 അപ്പം കൊണ്ട് 5000 ദൈവം പോറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. ഇത്രയും പേര് അവിടെ അടങ്ങി കൈ തട്ടാതെ ഇരുന്നെന്ന്. സ്തോത്രം. അല്ലേ? ആമേൻ. സ്തോത്രം. മോശ ദൈവസന്റെ കവണ് വീണപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അറിയും, എനിക്ക് ശക്തിയുള്ള ഒരു ഭുജമുണ്ടെന്ന് നീ അറിയും. നീ അറിയും, ഇസ്രായേൽ അറിയും, ഫറവോൻ അറിയും എൻ്റെ ഭുജത്തിൻ്റെ വലിപ്പം. പ്രൈസ്. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, നീ എത്ര പ്രയാസത്തൂടെ പോയാലും ശക്തിയുള്ള ഒരു ഭുജമുള്ള ദൈവം നിന്റെ പുറകിലുണ്ട്. ഓ ഗ്ലോറി 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 ഗ്ലോറി. ആരുടെ കൈ വലിച്ചാലും വലിക്കാത്ത ഒരു കൈ നിന്റെ പുറകിലുണ്ട്. ഗ്ലോറി 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 ഗ്ലോറി. ദൈവം തന്റെ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രംഗം മാറും ഇന്ന് രാവിലെ. സ്തോത്രം. ശക്തിയുള്ള ഭുജം. നമുക്കറിയാം, കർത്താവ് പല പ്രാവശ്യം മോശയോട് പറഞ്ഞു, ഫറവോന് രഥമുണ്ടെന്ന് എനിക്കറിയാം, അവന് കുതിരയും കുതിരച്ചേവകരും ഉണ്ടെന്നറിയാം, പക്ഷെ എൻ്റെ നാമം അതിൻ്റെ മുകളിൽ നിൽക്കും. സ്തോത്രം. 20,000 പേര് റെഡ്സിയിലൂടെ ഒന്നിച്ച് വീതിയിൽ നിന്ന് കൈയോട് ചേർത്തിങ്ങനെ നിന്നുള്ള വീതിയിൽ ദൈവം റെഡ്സിയിൽ 24 മണിക്കൂറിന് കൊണ്ട് ഹൈവേ വെട്ടി. ദൈവം ഹൈവേ വെട്ടി. 1300 മൈൽ നീളത്തില് 24 മണിക്കൂർ കൊണ്ട് റെഡ്സിയുടെ അടിയിൽ ഹൈവേ വെട്ടിയ ദൈവം ഇന്ന് രാവിലെ നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ ഒരു ഗവൺമെന്റും എത്ര സമ്പന്നമാണെങ്കിലും അങ്ങനെ അത്രയും സ്പീഡ് വെട്ടത്തില്ല. വെട്ടുക മാത്രമല്ല, ഹൈവേ വെട്ടി ടാറിട്ട് ഉണങ്ങിയ നിലത്തൂടെ ദൈവം അവരെ നടത്തിയെന്ന. ഏത് സമുദ്രത്തിന്റെ അടിയിലും 18 ഫീറ്റ് മട, എന്നാൽ ഡ്രൈ വിൻഡ് ദൈവം ഊതിപ്പിച്ച് ആമേൻ ഇത്രയും പേരെ ദൈവം നടത്താന് വീതിയിൽ ദൈവം റോഡ് വെട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം നമ്മളെപ്പോലെ പിശുക്കരല്ല. കൊടുക്കണോ കൊടുക്കണ്ടായോ എന്ന് ചോദിച്ച് നമ്മൾ പൈസ തിരിച്ചു മറിച്ച് ഒരു 20 മുറിക്കേ നമ്മൾ സ്വത്രാശയിൽ എടുത്തുള്ളൂ. നിങ്ങളല്ല, ചിലരെങ്ങനെ ഇത് അഴിച്ചെടുക്കാൻ തന്നെ പലരും പ്രയാസവസ്ഥ. പണ്ടൊരു ഭാഷ കൊണ്ട് പറഞ്ഞ് അയൺ എടുത്ത് തേച്ചിട്ടാ ഇതെല്ലാം നോക്കുന്നതെന്ന്. ആമേ. സ്തോത്രം. അങ്ങനെ വെട്ടുന്ന ആളല്ല ദൈവം. ദൈവം റെഡ്സിയുടെ അടിയിൽ
റോഡ് വെട്ടിയപ്പോഴ് വീതിയിൽ വെട്ടി. ദൈവത്തിനൊരു കണക്കുണ്ട്. ആമേൻ. പറവൻ വരുന്നതിന് മുമ്പ് ഇത്രയും ജനത്തെ അക്കരെ കടത്തണമെന്ന് ദൈവം പറഞ്ഞു, അവനേക്കാൾ വലിയതാണ് എൻ്റെ കൈയുടെ വലിപ്പം. ദൈവത്തിന് ആമേൻ. അത് മാത്രമല്ല, ദൈവം ആ ഹൈവേയുടെ ഈതർ സൈഡില് ദൈവം ബിൽറ്റ് ചെയ്തു മതിൽ ഉണ്ടാക്കി. ആ മതില് കോൺക്രീറ്റ് വോളല്ലായിരുന്നു, വെള്ളം കൊണ്ട് ദൈവം മതിൽ കെട്ടി. നിങ്ങൾ എത്ര മിടുക്കരായ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും വെള്ളം കൊണ്ട് നിങ്ങൾ മതിൽ കെട്ടത്തില്ല. സ്തോത്രം. വെള്ളം കൊണ്ട് മതിൽ കെട്ടുന്ന ഒരാളേ ഉള്ളൂ, ദൈവ. രണ്ട് സൈഡിൽ കൂടെയും സീത്രൂ ആയിരുന്നു. സീത്രൂ വോള എന്ന് പറഞ്ഞാൽ ബ്ലൂ വെയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഈ ആളുകൾ നടക്കുന്നത്. ചാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് തമ്പുരാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ചാടരുതെന്ന്. ഇനി പേടിയുള്ള ആരും അതുവഴി യാത്രയും ചെയ്തിട്ടില്ല. സ്തോത്രം. ഇത് ബ്ലൂ വെയിലിനെ കണ്ട് ഇത് തിന്നുവോ എന്ന് വിചാരിക്കുന്നവർ, സ്തോത്രം പറഞ്ഞു പോകുന്നവരെ ദൈവം വെട്ടിയതിനകത്തൂടെ പോകത്തുള്ളൂ. ദൈവത്തിന് അവരെ ദൈവം അക്കരെ എത്തിച്ചു. ശക്തിയുള്ള ഭുജം ദൈവത്തിനുണ്ട്. യെശയ്യാവ് അതിനെക്കുറിച്ച് മനോഹരമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, രാഹബിനെയും മഹാസർപ്പത്തെയും ദൈവം പണ്ട് വെട്ടി. ഈ രാഹവ് എന്ന് പറയുന്നത് ചില കമന്ററിക്കാർ പറയുന്നത് മാസ്റ്റർ ഓഫ് ദ സീ എന്നാണ്. ഈ സീക്ക് ഒരു ദൈവം ഉണ്ടെന്നാ, ഇത് മുറിക്കത്തില്ല വിടത്തില്ല എന്ന് വാദിച്ച ഒരു രാഹവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ തല വെട്ടിക്കൊണ്ട് പറഞ്ഞ ജനത്തെ ദൈവം പുറപ്പെടുവിച്ചെന്നാണ്. മോശ വടി ഉയർത്തിപ്പിടിച്ചു. വടി ഉയർത്തിപ്പിടിച്ചത് കൊണ്ടല്ല റെഡ് സീ ഡിവൈഡ് ചെയ്തത്. പ്രവാചകൻ പറയുന്നത്, മോശയുടെ കൈയുടെ മീതെ തമ്പുരാന്റെ കൈ ദൈവം തൊട്ടു. സോദരം, ഇന്ന് രാവിലെ എൻ്റെ കൈ ബലഹീനമാണെങ്കിലും നിങ്ങളുടെ കൈ ബലഹീനമാണെങ്കിലും ഇതിൻ്റെ മീതെ തൊടുന്ന ഒരു കൈ രാവിലെ ഇറങ്ങിയാൽ നമ്മുടെ കൈക്ക് രോഗങ്ങൾ പ്രയാസമുണ്ടെങ്കിലും തമ്പുരാന്റെ കൈയോ എൻ്റെ കയ്യിൽ തൊട്ടാൽ, എൻ്റെ കാലെ ദൈവം തൊട്ടാൽ, ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് ഭയങ്കര കയ്യാണ്. ആഹാബിനോട് ഒരിക്കൽ ഏലിയാ പറഞ്ഞു, രഥം പൂട്ടി ഓടിക്കൊള്ളുക, മഴ പെയ്യാൻ പോകുന്നു. പക്ഷെ ഈ ആഹാബ് ഒരിക്കലും ഏലിയാവിനോട് ചോദിച്ചില്ല, എൻ്റെ കൂടെ രഥത്തെ വരുന്നു എന്ന്. പുള്ളിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. മോസ്റ്റ് വിക്കറ്റ് കിങ് ഓഫ് ഇസ്രായേൽ ആഹാബ്. മഴ പെയ്യുന്നു, കുതിര പൂട്ടിപ്പോവുക. 7 കുതിരയെ കൊണ്ട് കെട്ടിയ രഥമായിരുന്നെന്ന് ആഹാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബെസ്റ്റ് ഹോഴ്സസ് ആൻഡ് ബെസ്റ്റ് ഹോഴ്സ്മെൻ. അപ്പൊ ഹൈ സ്പീഡില് ആഹാ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ആ ദുഷ്ടന്റെ കൂടെ രഥത്തെ കയറിയിരിക്കണ്ട, അതിന് മുമ്പേ ഞാൻ നിന്നെ വിടാം. എന്നെ ഭയങ്കരമായി സ്പർശിക്കുന്ന ഒരു കാര്യം, ദൈവം കൈ നീട്ടി അവൻ്റെ കാലെ തൊട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിവേഗത്തിൽ ആഹാബ് രഥം ഓടിച്ചു പോകുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ട് കാണും, കൃഷകാത്രനായ ഒരു മനുഷ്യൻ 7 കുതിരയുടെ മുമ്പിൽ ഓടുന്നു. ഹല്ലേലൂയ. അതിന്റെ കാരണം ദൈവം തന്റെ കൈ നീട്ടി അവന്റെ കാലെ തൊട്ടപ്പോൾ കുതിരയേക്കാൾ വേഗത്തിൽ അവന്റെ കാൽ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് അത്യുന്നതന്റെ വ്യാപം. ഗ്ലോറി 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 ഗ്ലോറി. നമ്മൾ ഇരിക്കുന്നിടത്ത് തമ്പുരാൻ കൈ തൊട്ടാൽ ഈ രാവിലെ നമ്മുടെ ഒരു ഹീലിംഗ് നടക്കും. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ ആമേൻ ഇറങ്ങിയ വേറൊരു ഭാഗമുണ്ട്. എവിടെയെന്നറിയാമോ? ബേൽസസർ രാജാവ്, King Belshazzar, he arranged a big feast for 1,000 noblemen. 1000 പേർക്ക് അവൻ ഒരു വിരുന്നൊരുക്കി. 1000 പേർക്ക്. അവന്റെ ഓഡിറ്റോറിയം 4 സൈഡും ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ,
ആ ഓഡിറ്റോറിയത്തിൽ ദൈവത്തിൻ്റെ വിരലിറങ്ങി. ദൈവം ഇറങ്ങിയില്ല, ദൈവത്തിൻ്റെ വിരൽ. എത്ര അടച്ച ഓഡിറ്റോറിയത്തിലും ദൈവത്തിൻ്റെ വിരലിറങ്ങും. രാജാവിൻ്റെ മുമ്പിൽ ഭിത്തിയിൽ ദൈവത്തിൻ്റെ വിരൽ എഴുതി. ഇത് കണ്ട രാജാവോ അമ്പരന്ന് ഷോക്കായിപ്പോയി. ഹിപ്പ് തൊട്ട് ജോയിന്റ് മുഴുവനും വിട്ടു. അപ്പോഴും ആളുകൾ ഒന്ന് പറയുന്നുണ്ട്, രാജാവെ ഒന്നും പറ്റിയില്ലെന്ന്. പാൻസ് ഇട്ടുകൊണ്ട് ആരും അറിഞ്ഞില്ല. സ്തോത്രം. ആമേൻ. മുഴുവൻ അവൻ തകർന്നു. ദൈവത്തെ കണ്ടില്ല, ദൈവത്തിൻ്റെ വിരലിൻ്റെ എഴുത്ത്. ആ ഓഡിറ്റോറിയത്തിൽ ആരും അതിന് ശേഷം സന്തോഷിച്ചില്ല. ദൈവം അവിടെ ഇറങ്ങി. എന്തിനാ ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അവിടെ കൊണ്ടുവരാൻ. സ്തോത്രം. ദാനിയേൽ വൺ ഓഫ് ദ നോബിൾമെൻ ആയിരുന്നു ആ കൺട്രിയിൽ. പക്ഷേ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തെന്ന് സ്തോത്രം പറയുന്നുണ്ട്. അവോയ്ഡ് ചെയ്തെന്ന പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിനെ രാജാവ് അവോയ്ഡ് ചെയ്തപ്പോൾ ദൈവം അവനെ അവിടെ കൊണ്ടെത്തിച്ചു. സ്തോത്രം. അതിനു മുമ്പ് ദൈവം ഇറങ്ങി കേസൊന്നും കൊടുക്കാൻ പോകണ്ട, ഞാൻ ആദ്യം അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. സ്തോത്രം. 1000 പേരിൽ ഒരാളായിട്ടല്ല ദാനിയേലിനെ അവിടെ ചെന്നത്. അവനെ പട്ടാളക്കാര് എടുത്തോണ്ട് മെയിൻ ഗസ്റ്റായിട്ട് അവനെ ആ കൂട്ടത്തിൽ കൊണ്ടുചെല്ലാൻ ദൈവം തന്റെ വിരളാവനാത്തറച്ചു. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ഭാഷയിലും ദൈവം എഴുതിയില്ല. കാരണം വേറെ ഭാഷയിൽ എഴുതിയ ദാനിയേൽ അവിടെ ചെല്ലത്തില്ല. ഇവർ വായിച്ച് മിടുക്കന്മാരാവും. അതുകൊണ്ട് ലൈൻ നിന്ന് വായിച്ചണക്കെയും ആർക്കും ഭാഷ പിടികിട്ടുന്നില്ല. സ്തോത്രം. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉപസിച്ചുകൊണ്ട് 3-4 ദിവസം ഉപസിക്കുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. സ്തോത്രം. രാജാവിൻ്റെ വായിക്കാനൊക്കാത്ത എഴുത്ത്. ദാനിയേൽ കുതിരപ്പുറത്ത് കയറി വന്ന് അദ്ദേഹത്തിൻ്റെ ആ കഴിവും ഒക്കെ ഞാൻ അത്ഭുതപ്പെടും. വരുമ്പോഴേ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, സമ്മാനം വാങ്ങിക്കാൻ വന്നതല്ല, ന്യായവിധിയുടെ ദൂത് പറയാൻ വന്നതാണ്. സമ്മാനം രാജാവിനിരിക്കട്ടെ. ഇന്നലെ രാത്രി സ്വർഗത്തിലൊരു ബോർഡ് മീറ്റിംഗ് നടന്നു, സ്വർഗത്തിലൊരു കമ്മിറ്റി മീറ്റിംഗ് നടന്നു. അവർ നിന്നെ തുലാസിലെടുത്ത് തൂക്കി നോക്കി, നിനക്ക് വെയിറ്റ് തീരെയില്ല. മറു സൈഡിലുള്ള പാനിൽ വെയിറ്റ് വെക്കാൻ നോക്കുമ്പോഴും നീ പൊങ്ങിപ്പോവാ, വെയിറ്റ് ഇല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ കമ്മിറ്റി യുനാനിമസ്ലി ഡിസൈഡഡ് ടു കിൽ യു. നിന്നെ കൊല്ലാൻ ദൈവം ഇന്നലെ രാത്രി തീരുമാനിച്ചു. ഞാൻ അത്ഭുതപ്പെടുക. നമ്മുടെ പ്രാണന്റെ മേൽ അധികാരം 100% ദൈവത്തിനാണ്. ദാനിയേൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ കവാടം ഡോറ് ലോക്കിടാൻ പട്ടാളക്കാർ മറന്നുപോയി. കാരണം ഈ കയ്യും ബഹളവും എല്ലാം കൂടെ വന്നപ്പം കൊളുത്തിടാൻ മറന്നുപോയെന്ന. ഈ ഡോർ തുറന്നുകൊണ്ട് ദാനിയേൽ ഇത് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ കയറി വന്ന് രാജാവിൻ്റെ കഴുത്തു വെട്ടി. ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വ്യത്യാസം ദൈവം കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാന്റെ കയ്യ് ശക്തിയേറിയ കയ്യാ. ദൈവത്തിന് സ്തോത്രം. ആ കയ്യാണ് ആമേൻ ഇസാക്കിന്റെ കൂടെ ഇരുന്നത്. സ്തോത്രം. ആമേൻ. 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാസ്റ്റർ പറഞ്ഞ പോലെ കുളക്കെ നോക്കി എന്നെ ഇരുത്തരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ കയ്യ് പവർഫുള്ളാ. സ്തോത്രം. അപ്പം ആമേൻ ഇസാക്കിൻ്റെ കാര്യം, ഇസാക്ക് പിന്നെ കിണർ കുഴിച്ചു. ഈ കുഴിക്കുന്നിടത്തെല്ലാം ശല്യം ഉണ്ടാവും. ഇന്ന് രാവിലെ ഓർക്കണം, വല്ലോരുടെയും കിണർ കുഴിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ ദൈവം ഏൽപ്പിച്ച കിണറെ നമ്മൾ കുഴിക്കണം. സ്തോത്രം. ശണ്ടയിട്ട ആളുകൾ അവൻ്റെ കൂടെ വന്നു, ശണ്ടയിട്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി, ഒരിടത്തു പോലും ഒരു നെഗറ്റീവ് എനർജി ഐസക് ഉപയോഗിച്ചില്ല. വഴക്കാളികളുടെ കൂടെ വഴക്കുണ്ടാക്കാൻ പുള്ളിക്ക് സമയമേ ഇല്ലായിരുന്നു. ഫോക്കസ്ഡ് ആയിരുന്നു. കുഴിക്കുന്ന കാര്യത്തിൽ പുള്ളി അവൻ ആക്റ്റീവായിട്ട് നിന്നു.
ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യം നിങ്ങൾ പറയാം. വഴക്കുണ്ടാക്കാൻ പോവുകയേ ചെയ്യരുത്. ദൈവം വിളിച്ചത് ഫോക്കസ് ചെയ്യാമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി വെളിപ്പെടും. പല പ്രാവശ്യം ഫെലിസ്ത്യൻ നികത്തി. എന്നാൽ ഒരു ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, ആമേൻ, 22-ാം വാക്യം, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഇന്ന് രാവിലെ ഞാൻ ഈ ചർച്ചിനോടൊരു ദൂത് പറയുക, ഇതൊരു രഹോബോത്താക്കി ദൈവം മാറ്റാൻ പോവുക. ദൈവം ഇടം വർദ്ധിപ്പിക്കും, ദൈവം സ്ഥലം ഒരുക്കും. റെന്റഡ് അല്ല, സ്വന്തമായതൊരുക്കി. ആമേൻ. ചർച്ചിന്റെ പേര് ഹൗസ് ഓഫ് പ്രയറിന് സ്വന്തമായ സ്ഥലമൊരുക്കി ദൈവം ഈ പട്ടണത്തിൽ മാനിക്കാൻ പോവാം. വിശ്വസിക്കുന്നവർ അക്കാര്യം ഉയർത്തി അടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടെ. ഗ്ലോറി, 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 ഹല്ലേലൂയ. ദൈവം ഹൗസ് ഓഫ് പ്രയറിനെ രഹോബോത്താക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയും, ദൈവം രഹോബോത്താക്കാൻ പോവാന്ന് പറഞ്ഞ്. ദൈവം രഹോബോത്താക്കാൻ പോവാ. സഭ മാത്രമല്ല, നിങ്ങൾക്കും ദൈവം ഇടം തരും, നിങ്ങൾക്കും ദൈവം വിശാലത തരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനേക നാളായി ഫെലിസ്ത്യൻ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഒരു രഹോബോത്ത് ഒരുക്കി. ദൈവത്തിന് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മറ്റാരും കുഴിച്ചിടത്ത് നമ്മൾ വാക്കി കുഴിക്കാൻ പോകരുത്. ദൈവം വിളിച്ചവൻ കുഴിക്കേണ്ടിയിടത്ത് കുഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന് ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവം വലിയ വിശാലത വരുത്തി. ഒരു പ്രാവശ്യം പോലും ഫെലിസ്ത്യനോട് ഐസക്ക് വഴക്കിടാൻ പോയില്ല. കാരണം അവൻ ഫോക്കസ്ഡ് ആയിരുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക്. ഒരു കാര്യം ഐസക്കിന് അറിയാം, തൻ്റെ അപ്പൻ്റെ ദൈവം തൻ്റെ ദൈവം കൂടെയാണെന്ന്. യാക്കോബ് യോസേപ്പ് പ്രൈം മിനിസ്റ്റർ ആയപ്പം ആമേൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവസാനം ഒരു വാക്ക് യോസേപ്പിനോട് പറയുന്നുണ്ട്, വില്ലാളികൾ നിന്നെ ഭയങ്കരമായി വിഷമിപ്പിച്ചു, മതില് നിന്റെ മേൽ ഉയർത്തി. എന്നാൽ എൻ്റെ മോനെ, ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ ആയത് മറ്റാരുടെയും കഴിവുകൊണ്ടല്ല, നിന്റെ അപ്പൻ്റെ ദൈവത്തിൻ്റെ കൈ. നിന്റെ അപ്പൻ്റെ ദൈവത്തിൻ്റെ കൈ നിന്റെ തോളിൽ തട്ടിയത് കൊണ്ടാണ് ഈ രാജ്യത്ത് ജാതികളുടെ ഇടയിൽ നിനക്കൊരു പ്രൈം മിനിസ്റ്റർ ആകാൻ കഴിഞ്ഞതെന്ന് മരിക്കുന്നിടം വരെ നീ മറക്കരുത്. സ്തോത്രം. നിന്നെ കൊണ്ടുവന്നെത്തിച്ചത് മനുഷ്യരല്ല, ദൈവത്തിൻ്റെ ഭുജമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ഐസക്കിനും അറിയാം. ആമേൻ. തനിക്ക് നല്ലോണക്ക് നിശ്ചയമുണ്ട്, ആരെതിർത്താലും എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് അത് അവൻ പറയുക മാത്രമല്ല, അവരുടെ രാജാവ് ഒരു ദിവസം രാവിലെ ആമൻ ഐസക്കിന്റെ അടുത്ത് വന്നിട്ട് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്. സ്വപ്നം കണ്ടതല്ല, സ്പഷ്ടമായി ഞങ്ങൾ കണ്ടു, നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ ദേശത്ത് നീ നിൽക്കരുത്, നിന്റെ കൂടെ ഉള്ള ദൈവം ഭയങ്കര ദൈവമാണ്. സമാധാനമായിട്ട് നീ പിരിയണം. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, വളരെ നല്ല രീതിയിൽ ഐസക്ക് വഴക്കുണ്ടാക്കാതെ സമാധാനമായിട്ട് അവിടുന്ന് പിരിഞ്ഞു. സഹോദരൻ, നാളെയും വേണമെങ്കിൽ അഭിമലയൊക്കെ റെക്കമെൻഡ് ചെയ്യും ഐസക്കിന് വേണ്ടി, അങ്ങനെ പിരിയാവൂ. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ബൈബിൾ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വഴക്കുണ്ടായി കേസും കൊടുത്ത് ഉന്തും തള്ളിയായിട്ട് പിരിഞ്ഞാൽ അത് പ്രശ്നമായേനെ.
പക്ഷെ ഐസക്ക് അബീമലേക്കിൻ്റെ അടുത്ത് തിരിഞ്ഞ് ഓക്കെ സമാധാനമായുള്ള ഉടമ്പടി ചെയ്ത് കെട്ടിപ്പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് രാജാവ് അവനെ പറഞ്ഞയക്കത്തക്കവണ്ണം ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെടുത്താൽ ഓർക്കണം. എത്ര പ്രാവശ്യം കിണർ കുഴിച്ച മുഴുവൻ ശല്യം വന്നു. ഒരു പ്രാവശ്യം പോലും ഐസക്ക് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ദൈവം തമ്പുരാൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും എൻ്റെ പർപ്പസിനെ തടയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനിയും ബാക്കി അടുത്ത പ്രാവശ്യം വരുമ്പം പറയും. സ്തോത്രം. ദൈവത്തിൻ്റെ കൈ നിങ്ങൾ കാറയിൽ ഇന്ന് രാവിലെ കയറുമ്പോൾ തിരിച്ചുവിടുന്ന് പോകുമ്പോൾ ദൈവം തമ്പുരാൻ്റെ കൈ നിങ്ങളുടെ കൂടെ വരണം. ജബേസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൈ അവൻ്റെ തോളേൽ തൊട്ടു. സ്തോത്രം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം നൽകി. അവൻ പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ്റെ കൈയോ അവൻ്റെ വലം കൈ അവൻ്റെ തോളിൽ വെച്ചപ്പോൾ അവൻ്റെ ബൗണ്ടറി ദൈവം എക്സ്പാൻഡ് ചെയ്തു. ഇന്ന് രാവിലെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ കൈയോ നിങ്ങളുടെ തോളത്ത് വയ്ക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ഷാൽ വി ഓൾ സ്റ്റാൻഡ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ. സ്തോത്രം. എനിക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ആ കാര്യങ്ങൾ നിവർത്തിക്കാൻ. സ്തോത്രം. ഐ നീഡ് എ പ്രേയർ. എനിക്കിന്ന് രാവിലെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വയ്ക്കണം. ഇന്ന് ഞാൻ വെറുതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. യാക്കോബ് ഒരിക്കൽ ഭയങ്കരമായി ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല. ഉഷസാകുന്ന എനിക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ കാലെ പിടിച്ച ആ മനുഷ്യൻ കരഞ്ഞു, പൊയ്ക്കോ, പക്ഷെ അതിനു മുമ്പ് നിന്റെ കൈ എന്റെ തലേ വെക്കണം. ഗ്ലോറി. സ്തോത്രം. ഇന്ന് രാവിലെ തമ്പുരാന്റെ കൈ നിങ്ങളുടെ തലയിൽ, യബേസിന്റെ ദൈവത്തിന്റെ കൈ നിങ്ങളുടെ തോളയിൽ, ഇസഹാക്കിന്റെ ദൈവം നിങ്ങളുടെ പുറകിൽ. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധ പിതാവേ, ഞാൻ ഈ ചർച്ചിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിശാച് മണ്ണിട്ട് നികത്തിയാൽ ഇതിൻ്റെ അകത്തൊരു പർപ്പസ് ഉണ്ട്. വലിയൊരു ഗ്രോത്ത് ഇതിൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിനായി ഈ സഭ ഈ പട്ടണത്തിൽ അറിയപ്പെടുന്ന സഭയായി മാറും. ബൈലിംഗ്വൽ ആരാധന നടക്കും. ഒരേ സമയം പല ഭാഷയിലുള്ള ആരാധന, ട്രെയിനിങ് സെന്ററുകൾ, ബൈബിൾ ട്രെയിനിങ് സെന്ററുകൾ, ആമേൻ ആമേൻ, മിഷൻ ഔട്ട്റീച്ചുകൾ, ഹോസ്പിറ്റലും പ്രിസണും ഉൾപ്പെടെ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇതൊരു മിഷനറി ചർച്ച ആകാൻ പോകുന്നു. ഇതിനകത്തുനിന്ന് അനേകരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ ദാസന്റെ മേൽ വലിയൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ ദൈവം അയക്കാൻ പോകുന്നു. കൂടാറാതെ രോഗശാന്തിയുടെ വരത്തോടുകൂടെ വലിയൊരു അഭിഷേകം വചനത്തിന്റെ വെളിപ്പാടോടുകൂടെ പകരാൻ പോകുന്ന ആ കുടുംബത്തിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. 25 ഒരു ബ്രേക്ക് ത്രൂവിന്റെ ഇയർ. ഇന്നിവിടെ കൈവക്കി എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ ഒരു കൈ ഇന്ന് രാവിലെ പോകണമേ. ഈ സഹായം കഴി തിരിച്ചു പോകുമ്പോൾ തമ്പുരാന്റെ കൈ അവരെ തൊടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.